ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസൊക്കെ അല്ലേ, ക്രിസ്മസൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കും. പക്ഷേ വെറൈറ്റി ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഫുഡിനോട് എപ്പോഴും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് കള്ളൊന്നും ഇല്ലാതെ ഒരു കള്ളപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ അപ്പവും ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ ബീഫ് കൊണ്ടുള്ള സ്റ്റൂ ഒക്കെ ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആർക്കും കാണത്തില്ല. അപ്പോൾ നമുക്കിതാ ഞാൻ ഒരു 5 മണിക്കൂറോളം 2 കപ്പ് പച്ചരി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടിരുന്നത് അത് നമുക്ക് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് 1 സ്പൂണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം എനിക്ക് ഇച്ചിരി കുറച്ച് മതി, അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് മധുരമായാലും കൊള്ളത്തില്ല, ഒത്തിരി ചേർക്കരുത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ഈ ജാറിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് അരച്ചെടുത്ത മാവ് ഈ പാത്രത്തിലേക്കെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒറ്റ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെങ്കിൽ മിക്സാക്കണമെന്ന് ആവശ്യമില്ല. പക്ഷേ ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചത് കൊണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഞാനിപ്പോൾ രാത്രി അടിച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. രാവിലെ ഞാനിത് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കുറവില്ല. ഒരു ചിക്കൻ സ്റ്റൂവോ മട്ടനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി മുഴുവനും നമ്മളിതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാ രാവിലെ എടുത്ത മാവെല്ലാം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ഇത് ഇളക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഈ പൊട്ടി വരുന്ന ബൗൾസിൻ്റെ ഇതങ്ങ് കുറയും. അപ്പോൾ അതങ്ങനെ ചെയ്യാതെ ഇനി നമുക്ക് ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായി വരുമ്പോൾ ഞാൻ ഈ കല്ലിന് ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് പരത്തൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു വശം ഒന്ന് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ എടുക്കാമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തിരിച്ച് മറിച്ചിട്ട് എടുക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് കഴിച്ച ഫുഡ് ഇനി എത്ര വർഷങ്ങളായാലും അതിൻ്റെ ഒന്നും ടേസ്റ്റൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അത് എത്ര കഴിച്ചാലും നമുക്ക് മടുക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുവാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ അത് രണ്ടാമത് ഒരെണ്ണം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു വശം മാത്രം ഇങ്ങനെ മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെ എടുത്താൽ മതി. നല്ലപോലെ വേവിച്ച് ഈ പരുവത്തിൽ അങ്ങ് എടുത്താൽ മതിയാവും. പക്ഷെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പം എല്ലാം നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കള്ള് വേണമെന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. കള്ള് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കള്ളപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ വേറെ എന്തെല്ലാം ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും പഴയ കാലത്തുള്ളതിനൊക്കെ ഒരു പ്രത്യേക രുചിയും ടേസ്റ്റുമാണ്, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത്.